എല്ലാ കൊച്ചു കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആനിമൽ സെല്ലിനെ അല്ലെങ്കിൽ ഒരു ജന്തു കോശത്തിനെ പരിചയപ്പെട്ടാലോ? നമ്മൾ ഓൾറെഡി പ്ലാന്റ് സെല്ലിനെ കുറിച്ച് പഠിച്ചു അല്ലെ? പ്ലാന്റ് സെല്ലിൽ കാണുന്ന അതേ ഘടകങ്ങൾ തന്നെയാണോ ആനിമൽ സെൽസിലും ഉള്ളത്, അതോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. ചിത്രം 1.8 ഒന്ന് നോക്കുക. തന്നിരിക്കുന്നത് ഒരു ജന്തു കോശമാണ്, ഒരു ആനിമൽ സെല്ലാണ്. പ്ലാന്റ് സെല്ലിൽ നിങ്ങൾ കണ്ട ഏതൊക്കെ ഭാഗങ്ങളാണ് ആനിമൽ സെല്ലിലും കാണുന്നത്? സെൽ മെംബ്രെയിൻ, കോശസ്തരമുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, ഗോൾജി കോംപ്ലക്സ് ഉണ്ട്, റൈബോസോം ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, മൈറ്റോകോൺട്രിയോൺ ഉണ്ട് അല്ലെ? ഇതൊക്കെ നമ്മൾ പ്ലാന്റ് സെല്ലിൽ പരിചയപ്പെട്ടു. പ്ലാന്റ് സെല്ലിൽ അവ ഏതൊക്കെ ധർമ്മങ്ങളാണോ നിർവഹിച്ചത് അതേ ധർമ്മങ്ങൾ തന്നെയാണ് ആനിമൽ സെല്ലിലും അവ നിർവഹിക്കുന്നത്. They perform the similar functions as in the plant cell. ഇനി എന്തൊക്കെയാണ് ഒരു ആനിമൽ സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിൽ പുതിയതായിട്ട് നിങ്ങൾ കാണുന്നത്? സെൻട്രോസോം എന്ന് പറയുന്ന ഒരു സെൽ ഓർഗനൽ പുതിയതായിട്ടുണ്ട്. പിന്നെയോ ലൈസോസോം എന്ന് പറയുന്ന മറ്റൊരു കോശാംഗത്തെ കാണുന്നുണ്ട്. ഇവിടെ സെൽ വാൾ കാണുന്നുണ്ടോ? കോശഭിത്തി കാണുന്നുണ്ടോ? ഇല്ല അല്ലെ? കോശഭിത്തി ആർക്ക് മാത്രമേ ഉണ്ടാവൂ? സസ്യകോശങ്ങൾക്ക് മാത്രമേ സെൽ വാൾ ഉണ്ടാകൂ. ആനിമൽ സെല്ലില് സെൽ വാൾ ആബ്സെന്റ് ആണ് അല്ലെ? ആനിമൽ സെല്ലിന്റെ ഏറ്റവും പുറത്ത് കാണുന്ന ഭാഗം എന്ന് പറയുന്നത് കോശസ്തരമാണ്, സെൽ മെംബ്രെയിൻ ആണ് അല്ലെ? അതിനുള്ളില് സൈറ്റോപ്ലാസം ഉണ്ടാവും. സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളില് വിവിധ സെൽ ഓർഗനൽസ് ഉണ്ടാവും. പിന്നെയോ സെൽസിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ന്യൂക്ലിയസും ഉണ്ടാവും. അതൊക്കെ നമ്മൾ പ്ലാന്റ് സെല്ലിൽ പഠിച്ച പോലെ തന്നെ. ഏതൊക്കെയാണ് പ്ലാന്റ് സെൽസിൽ നിന്നും വ്യത്യസ്തമായി കണ്ട രണ്ട് സെൽ ഓർഗനൽസ്? ഫസ്റ്റ് വൺ സെൻട്രോസോം അല്ലെ? അതായത് എന്താണ് സെൻട്രോസോമിന്റെ ധർമ്മം? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സെൻട്രോസോം? സെൻട്രോസോം ഈസ് ദ സെൽ ഓർഗനൽ ദാറ്റ് ഈസ് ഫൗണ്ട് ഓൺലി ഇൻ ആനിമൽ സെൽസ്. ആനിമൽ സെൽസിന് മാത്രം കാണപ്പെടുന്ന ഒരു സെൽ ഓർഗനൽ ആണ് സെൻട്രോസോം. The centrioles that play a major role in cell division are seen in the centrosome. കോശ വിഭജനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോമിലാണ് അല്ലെ? കോശം വലുതാവുമ്പോ എന്ത് ചെയ്യും? അത് വിഭജിക്കും, ഡിവൈഡ് ചെയ്യും അല്ലെ? ഈ ഡിവൈഡ് ചെയ്യാൻ സെൽ ഡിവിഷന് സഹായിക്കുന്ന പ്രത്യേകതരം ഘടകങ്ങളായ സെൻട്രിയോൾസ് ഉൾക്കൊള്ളുന്ന ഭാഗമാണ് സെൻട്രോസോം അല്ലെ? സെൽ ഡിവിഷന് സഹായിക്കുന്ന പ്രത്യേക കോശാംഗമാണ് സെൻട്രോസോം. സെൻട്രോസോമിലുള്ള സെൻട്രിയോൾസ് എന്ന് പറയുന്ന ഭാഗമാണ് സെൽ ഡിവിഷന് സഹായിക്കുന്നത് അല്ലെ? സെല്ല് ഒരു കോശം വിഭജിക്കാൻ സഹായിക്കുന്നത്. രണ്ടാമതായി പ്ലാന്റ് സെല്ലിൽ നിന്നും വ്യത്യസ്തമായി കാണപ്പെടുന്ന സെൽ ഓർഗനൽ ആണ് ലൈസോസോം. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ലൈസോസോം? കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. സോ ലൈസോസോം കണ്ടെയ്ൻസ് digestive enzymes that are required for the destruction of foreign substances entering the cell. അതായത് ആനിമൽ സെല്ലിലേക്ക് ഒരു അന്യവസ്തു, പുറത്തുനിന്ന് വേറെ എന്തെങ്കിലും വസ്തുക്കൾ ഈ കോശത്തിനുള്ളിൽ അകപ്പെടുകയാണെങ്കിൽ ലൈസോസോമിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഈ എൻസൈംസ്, ഡൈജസ്റ്റീവ് എൻസൈമുകൾ, ദഹനരസങ്ങൾ ഈ വസ്തുക്കളെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കാൻ സഹായിക്കുന്നു. ഇപ്പോ ആനിമൽ സെല്ലിൽ ഒരു ബാക്ടീരിയോ ഫംഗസോ അങ്ങനെ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ അത് ലൈസോസോം തിരിച്ചറിയുകയും ലൈസോസോമിലെ രാസാഗ്നികൾ അതിനെ നശിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ലുക്ക് അറ്റ് ദ ഇല്ലസ്ട്രേഷൻ 1.4. ഒരു ഭാഗത്ത് ആനിമൽ സെൽ അഥവാ ജന്തുകോശം തന്നിട്ടുണ്ട്, മറ്റൊരു ഭാഗത്ത് പ്ലാന്റ് സെൽ അഥവാ സസ്യകോശം തന്നിട്ടുണ്ട്. അപ്പൊ ജന്തുകോശത്തില് ലൈസോസോം എന്ന് തന്നിട്ടുണ്ട്, പ്ലാന്റ് സെല്ലില് സെൽ വാൾ എന്ന് തന്നിട്ടുണ്ട്, രണ്ടും കൂടി ചേരുന്ന ഭാഗത്ത് ന്യൂക്ലിയസും സെൽ മെംബ്രെയിനും തന്നിട്ടുണ്ട്. അപ്പൊ ആനിമൽ സെല്ലിൽ മാത്രം കാണുന്ന കാര്യങ്ങളാണ് ലെഫ്റ്റ് സൈഡിൽ എഴുതേണ്ടത്. പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്ന ഭാഗങ്ങളാണ് റൈറ്റ് സൈഡിൽ എഴുതേണ്ടത്. സെന്ററിലോ രണ്ടിലും, അതായത് ആനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും ഒരുപോലെ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് സെന്ററിൽ എഴുതേണ്ടത്. ആനിമൽ സെല്ലിൽ മാത്രം കാണപ്പെടുന്നത് ഏതൊക്കെയാണ്? യെസ്, സെൻട്രോസോം, മറ്റൊന്ന് ലൈസോസോം. പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്നത് ഏതൊക്കെയാണ്? ഒന്ന് സെൽ വാൾ, രണ്ട് പ്ലാസ്റ്റിഡ്സ്, മറ്റൊന്നു കൂടിയുണ്ട്. ഏതാണ്? വാക്യൂൾ അല്ലെ? വാക്യൂൾ അഥവാ ഫേനം എവിടെ മാത്രമേ കാണുകയുള്ളൂ? പ്ലാന്റ് സെല്ലിൽ അഥവാ സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന മറ്റൊരു കോശാംഗമാണ്. ഇപ്പൊ പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്നത് ഏതൊക്കെയാണ്? സെൽ വാൾ, വാക്യൂൾ, പ്ലാസ്റ്റിഡ്സ്. ആനിമൽ സെല്ലിൽ മാത്രം കാണുന്നത് സെൻട്രോസോം, ലൈസോസോം. രണ്ടിലും കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ഏതൊക്കെയാണ്? ന്യൂക്ലിയസ് ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, മൈറ്റോകോൺട്രിയോൺ ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, ഗോൾജി കോംപ്ലക്സ് ഉണ്ട്, റൈബോസോം ഉണ്ട്. ഇവയൊക്കെ രണ്ടിലും
കോമൺ ആയി കാണപ്പെടുന്നതാണ്. ഇതൊരു വെൻ ഡയഗ്രമാണ്. ഇതുപോലെ ഒരു വെൻ ഡയഗ്രത്തിൽ പ്രോകാരിയോട്ടുകളും യൂകാരിയോട്ടുകളും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഒന്ന് നോക്കിയാലോ? അപ്പോൾ നിങ്ങൾ ആനിമൽ സെൽസും പ്ലാന്റ് സെൽസും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയല്ലോ. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ജീവികളുടെ കോശങ്ങൾ തമ്മിലുള്ളൂ. പക്ഷേ പുറമേക്ക് ജീവികളിൽ വ്യത്യസ്തത കാണുന്നു. Even though the cells of organisms show resemblances or similarities in their structure and function, the organisms differ in their external characters. So there is a unity at the micro level is a clear evidence of interrelationship of organisms. അതായത് ജീവജാലങ്ങളിൽ പുറമേക്ക് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും അവയിലെ കോശങ്ങൾക്ക് ഘടനയിലും ജീവധർമ്മത്തിലും, അതായത് അവ നിർവഹിക്കുന്ന ധർമ്മത്തിലും സമാനതകളുണ്ട് അല്ലെങ്കിൽ സിമിലാരിറ്റീസ് ഉണ്ട്. കോശതലത്തിൽ കാണപ്പെടുന്ന ഈ ഒരു യൂണിറ്റി അല്ലെങ്കിൽ ഏകത്വം ജീവജാലങ്ങളുടെ പരസ്പര ബന്ധത്തിന്റെ വ്യക്തമായ തെളിവാണ്. കൂടുതൽ മനസ്സിലാക്കാനായി ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ജന്തുകോശത്തിന്റെ ഘടന നമുക്ക് വരച്ചാലോ? ജന്തുകോശത്തിന്റെ പുറമേ കാണപ്പെടുന്ന ആവരണമാണ് ഇത്. ഈ ആവരണമാണ് പ്ലാസ്മ സ്തരം. കോശത്തിനകത്തേക്കും പുറത്തേക്കും പദാർത്ഥങ്ങളെ കടത്തിവിടുന്നത് പ്ലാസ്മ സ്തരമാണ്. പ്ലാസ്മ സ്തരത്തിനുള്ളിൽ കാണപ്പെടുന്ന മുഴുവൻ പദാർത്ഥങ്ങളെയും ചേർത്ത് പ്രോട്ടോപ്ലാസം എന്നു പറയുന്നു. കോശദ്രവവും മർമ്മവും പ്രോട്ടോപ്ലാസത്തിൽ ഉൾപ്പെടുന്നു. മർമ്മമാണ് കോശത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. മർമ്മത്തെ ആവരണം ചെയ്ത് സൂക്ഷ്മ സുഷിരങ്ങളോട് കൂടിയ മർമ്മസ്തരം കാണപ്പെടുന്നു. ഇതിനുള്ളിൽ മർമ്മദ്രവ്യവും ക്രോമാറ്റിൻ ജാലികയും മർമ്മകവും കാണപ്പെടുന്നു. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. പ്രധാന കോശാംഗങ്ങളെ പരിചയപ്പെട്ടാലോ? കോശത്തിലാകെ വ്യാപിച്ചു കിടക്കുന്ന സ്തര സംവിധാനമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്ലാസ്മ സ്തരം മുതൽ മർമ്മസ്തരം വരെ വ്യാപിച്ചു കിടക്കുന്നു. കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങളുടെ സഞ്ചാരപാതയായി വർത്തിക്കുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്ന ഗോളാകൃതിയിലുള്ള കോശാംഗങ്ങളാണ് റൈബോസോമുകൾ. ഇവ മാംസ്യ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. ഈ വരയ്ക്കുന്ന കോശാംഗത്തെ അറിയാമോ? ഇതാണ് മൈറ്റോകോൺട്രിയ. കോശത്തിനുള്ളിൽ ഊർജോൽപാദനം, സംഭരണം എന്നിവ നിർവഹിക്കുന്ന കോശാംഗങ്ങളാണ്
മൈറ്റോകോൺട്രിയ. കോശത്തിനുള്ളിൽ കടക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന കോശാംഗങ്ങളാണ് ലൈസോസോമുകൾ. കോശദ്രവ്യത്തിൽ ചെറുസഞ്ചികൾ പോലെയോ സ്തരമടക്കുകളായോ കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ഗോൾഗി ബോഡികൾ. ഇവ പലതരത്തിലുള്ള കോശസ്രവങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. പാഠഭാഗം മുഴുവനായിട്ട് വായിക്കുക. So let us wind up the class for today. Thank you.